അപ്പൊ ഞങ്ങള് മീനൊക്കെ വാങ്ങി പോന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് പേന വേണം പറഞ്ഞാണ് പേന വാങ്ങാൻ പോന്ന ഒപ്പ് വേണ്ടിയ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് സഞ്ചിയിലാക്കിയാണ്. അപ്പൊ ഞങ്ങള് അങ്ങാടിയിൽ നിന്ന് പോന്നിട്ടാണ് നല്ല തനി നാടൻ അയില കിട്ടി. മീനിപ്പോ കുറച്ചിട്ടായി കിട്ടി. ഫുള്ള് ചിക്കനാണ്. ചിക്കലോട്ടുള്ള പരിപാടിയായിരിക്കും. ചിക്കൻ മടുത്തല്ലോ ഇതൊക്കെയെ ചിക്കൻ മട്ടിച്ചല്ലോ തുടങ്ങി നമുക്ക് 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് എന്നും അവിടെ നിന്നിട്ട് തന്നെ അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ വാങ്ങുന്നത് ഒന്ന് കുറച്ച് മീനായിക്കോട്ടെ എപ്പോഴും കിട്ടും നമ്മളെ കാക്കാൻ്റെ ഒന്ന് കുറച്ച് തനി നാടൻ അയിലയും അതുകൊണ്ട് അയിലക്കറി അയില സ്പെഷ്യൽ. നേരെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് നല്ല വെയിലും ചൂടാണ്. വെയിലാണ് പെരുന്നൂലാണ്. വെയിൽ വെറുത്തില്ലെങ്കിൽ ഇറങ്ങാന്നല്ലാതെ പകല് കഴിയുന്നത് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര വൈകുന്നേരം ആകുമ്പോൾ സുഖമാണ്. അതുകൊണ്ട് അത് വൈകുന്നേരം നമ്മൾ വാങ്ങാനൊക്കെ ഇറങ്ങാം. അതിൻ്റെ ചൂട് താങ്ങില്ല. അപ്പൊ നല്ല വെളിച്ചെണ്ണ കുറച്ച് അയച്ച് കുറച്ച് കടുക് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കേട്ടോ ഹൈലൈറ്റ്. ചെറിയുള്ളിയൊക്കെ പോരാ. വെല്ലുള്ളി ഇടൂല നമ്മള്. വെല്ലുള്ളി ഇടുക്കാൻ പരിപാടില്ല. ഉള്ളി ഉള്ളി കഴിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ സംഭവമായിട്ടാണ്. ഉള്ളി വേണ്ട. നമ്മളങ്ങാടിയിലൊക്കെ പോയി നല്ല എന്തായാലും നാടൻ അയിലാണ് ഞാൻ വാങ്ങിയത്. പഞ്ചായത്തിലേക്ക് തന്നെ വെക്കും ചെയ്യാൻ ഞാൻ തന്നെ നിൽക്കുന്നത്. അതിലെ മീൻ വെക്കുന്നത് വെല്ലുള്ളിയില്ല. 4 പച്ചമുളക് 4 പച്ചമുളക് ഒന്നുണ്ടായിക്കോട്ടെ കേട്ടോ. ഒന്നൊരു വയറ്റിക്കാട്ട് ഒന്നൊരു മൂത്തോട്ടാണ്. എന്നിട്ട് അതിക്ക് തക്കാളിയില്ല. മീൻ വെച്ചതാകുമ്പോ പുളിയാണല്ലോ കൂടുതൽ വേണ്ടത്. അപ്പൊ തക്കാളി പുളിയുണ്ട്, ഓൾറെഡി കുടംപുളി ഉണ്ട് നമ്മളടുത്ത്. അതുകൂടെ തക്കാളി ഒരു 3 തക്കാളി. ചിക്കൻ വെക്കണ മാതിരില്ല, മീൻ വെക്കുമ്പോ പുളിയല്ല വേണ്ടിയത്. അപ്പൊ ഈ തക്കാളിയൊന്നുമില്ല. വെല്ലുള്ളി ഇല്ല, വെല്ലുള്ളി ഒഴിവാക്കി. അതിന് പകരം ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നമ്മൾ തന്നെ വാങ്ങിക്കൊടുത്ത് നമ്മൾ തന്നെ വെച്ചുണ്ടാക്കി തിന്നുന്നതിന്റെ ടേസ്റ്റ് വേറെ ലെവലേക്കാരം. ഒരാൾ ഉണ്ടാക്കണത് നമ്മളെത്തത്തിന് ഉണ്ടാക്കുന്ന ഒരു മാറ്റം ഉണ്ടാവും. രണ്ട് ടേസ്റ്റ് ആകാം. കുക്കിങ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴൊന്നും ഇഷ്ടമുണ്ടാവില്ല, എപ്പോഴൊന്നും ചെയ്യില്ല. ചില സമയത്ത് ഒരു മൂടേക്കാരം. ആ മൂടിനനുസരിച്ചാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പൊ നല്ല നാടനയിലാണ് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇന്ന് ഞാനാണ് വെക്കുക. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടാം. ഒരു 3 ചെറിയ തക്കാളി. ഉപ്പ് ലേശത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ കൊടുക്കാം. ഏകദേശം ഇതായ പോയി ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞിക്കാൻ പറ്റല്ലോ. പിന്നെ വെയിലപ്പം കടന്ന് പറയണ്ടേ. പകുതി വെറുതിൻ്റെ മാതിരിയായിരിക്കാൻ പാടില്ല. ഇതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി കേട്ടോ. അത് ഭയങ്കര എരിവാണ്. നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. ഭയങ്കര എരിവുള്ള നല്ല മുളക് പൊടിയാണ്. നല്ല പീടിയിൽ നമ്മൾ പാക്കറ്റ് വാങ്ങിയ മുളക് പൊടിയല്ല. പിന്നിന്ന് പൊടിച്ച് വറുത്ത് പൊടിച്ച് അങ്ങനെ വെച്ചത് അങ്ങനത്തെ മുളക് പൊടി നമ്മൾ വാങ്ങുന്നത്. മുതിരിനെ തേകി ഉണക്കി പൊടിക്കുന്ന മുളക്. അപ്പം മല്ലിപ്പൊടി ഇട്ടാം. മല്ലിപ്പൊടി നമ്മൾ എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത് വെച്ചാൽ മുളകിൻ്റെ കുത്തലൊക്കെ ഉണ്ടെങ്കിൽ മുളകിൻ്റെ കുത്തല് പോകാനും അതേപോലെ കറിക്ക് തിക്നെസ് ഇട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തില്ല വെള്ളം വരുന്ന മൈനീകാരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലിയാറിൽ ചെയ്യും. അപ്പൊ കറിക്ക് തിക്നെസ് കിട്ടാനും പിന്നെ അതേമാതിരി മുളകിന്റെ കുത്തല് പോകാനും പിന്നെ മല്ലിന്റെ ടേസ്റ്റ് രസമല്ലേ. ഇതൊന്നിന് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒന്നും ഇങ്ങനെ ചൂടായിക്കോട്ടെ. എന്നിട്ട് അതിക്ക്
പുളി വെള്ളത്തിലിട്ട് വെച്ചതാട്ടാല് കുടംപുളിയാണ് ഇതിക്ക് വേണ്ടത്. മീൻ വേകാനുള്ള വെള്ളം മതി. മീനൊന്നാകുമ്പോൾ അധികം വേകാനൊന്നുമില്ലല്ലോ, ചിക്കൻ്റെയും ബീഫിൻ്റെയും പോലെ. ലേശം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ? മുങ്ങണ്ടേ? വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ അത് മതി. പിന്നെ അയിലക്കറിയാണ്, അതുകൊണ്ട് വല്ലാതെ കറിയായിട്ട് വേണ്ട. നമുക്കൊരു എന്താ പറയാ, കുറച്ച് തിക്കുള്ള ഗ്രേവിയുള്ള അയിലക്കറിയാണ്. അല്ലാതെ നന്നായിട്ട് നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ അയിലക്കറി അങ്ങനത്തെ കറിയല്ല. അത് രസമാണ്. പക്ഷെ അയ്യാറൊന്നുകൂടി നല്ലത് ഗ്രേവി ഉള്ള ടൈപ്പല്ലേ, തിക്കുള്ള കറി. അങ്ങനെ മല്ലി മുളക് എല്ലാം മിക്സായി ഇനി അതൊന്ന് ഉഷാറായിട്ട് തിളക്കട്ടെ. എന്നിട്ട് നമ്മൾ മീനുണ്ടല്ലോ, എല്ലാം കഴുകി വൃത്തിയാക്കി ഉഷാറാക്കി വെച്ചിരിക്കണം. അയില നല്ല കഷ്ണം മീൻ, ചെറിയ കഷ്ണാക്കി വെട്ടിച്ചിരുന്നു. വലിയ മീനാണ്, അപ്പൊ ചെറിയ കഷ്ണാക്കി വെട്ടിയാലല്ലേ നമുക്ക് മുളകൊക്കെ പിടിക്കുള്ളൂ. അപ്പൊ 3 കഷ്ണാക്കി വെട്ടി ഓരോ മീൻ. ഓക്കെ, അപ്പൊ നമ്മളെ കറി എല്ലാം അടിപൊളിയായിട്ട് വേട്ടി തിളക്കണം കേട്ടോ. ഇതിലേക്ക് മീനായിട്ട് കൊടുക്കാം. വേട്ടി തിളക്കണതേക്ക് കണ്ടം തുണ്ടമായിട്ടുള്ള മീനായിട്ട് കൊടുക്കട്ടെ. ഇതെല്ലാം അടിപൊളി കപ്പ വേണം. കപ്പയൊന്നും നോക്കി അവിടെ അങ്ങാടിയിലില്ല. വൈകുന്നേരം കൊണ്ട് രാവിലെയൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. കപ്പയൊക്കെ നേരത്തെ കഴിയും. നാടൻ കപ്പ കിട്ടിയാണല്ലോ, സൂപ്പറല്ലേ? ഇത് നല്ലോണം വെന്തോട്ടോ. കുറച്ചൊന്നൊരു വെള്ളങ്ങൾ വറ്റി. അപ്പോൾ ഇതിന് അതിൽ കയ്യിൽ കിടന്നത് വെന്ത് ഉഷാറാകട്ടെ. ഓക്കെ, അടിപൊളിയല്ലേ? എടുത്തില്ലല്ലോ. നമുക്ക് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ച് കുറച്ച് തളച്ചോട്ടെ. സ്കൂളിന്റെ ഒപ്പം വന്നോട് വാങ്ങിയതാണ്. എന്തായാലും പേര് അറിയാം? ചോക്കോസ്. ആ, മറ്റേ പാലിൽ കിട്ടി കഴിക്കണല്ലേ? ഞാൻ സാധനത്തിനായിട്ട് ടേസ്റ്റ് നോക്കിയില്ല. നല്ല ടേസ്റ്റാ. അതിനോടെയാണ് ഇപ്പം പോകുന്നത്. അത് വേണമെന്ന് പറഞ്ഞാണ്. പാലിട്ട് കുടി തിന്നുന്ന സാധനം വേണമെന്ന് പറഞ്ഞത്. സാറല്ലേ, ടേസ്റ്റ് ഉണ്ടോ? താത്താന്റെ കുപ്പായൊക്കെ ഇങ്ങനെ ഇരിക്കുക. അങ്ങാടിക്ക് വന്ന പെട്ടതാണ് താത്താന്റെ കുപ്പായ അല്ലേ? അപ്പൊ നമ്മള് മീന് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പോയി നോക്കാം. ഓക്കെ, ആ തിള തുടങ്ങി. തിളച്ചൊന്നത് കുറച്ചൊന്ന് പറ്റട്ടെ. തീ വല്ലാതെ കത്തിച്ചില്ല, നല്ല കണലുണ്ട്. അതുകൊണ്ട് ആ കണലിൽ കണൽ ആക്കും പോലെ തിളച്ച് വരട്ടെ. അവകാശം പോകുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുക. വെട്ടി തിളക്കുന്ന സൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. മീൻ വെക്കണത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇതൊന്നും ഇപ്പൊ ആരും ചെയ്യാത്തതോ അല്ല വെക്കാത്തതോ അല്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു പോയപ്പോ അങ്ങനെ വന്നു ഇതാക്കി ഇങ്ങനെ എടുത്തേ ഉള്ളൂ. അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടണൊക്കെ അടിച്ചമർത്തി പോവുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.